ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ മലയാളത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കും. ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഒരു 3:15 ടൈം ആയപ്പോൾ ഇപ്പോൾ 3:15 കയറാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്ന് മാർച്ച് 20-ാം തീയതിയാണ്. വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ മുന്നറിയിപ്പിൻ്റെ ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമുക്ക് കയറാൻ വേണ്ടി പോകാൻ കേട്ടോ. 2 വർഷം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മലയാറ്റൂർ വന്നിട്ട് അപ്പോൾ ഒന്നാം സ്ഥലം എത്തിയത് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്ട് കുറേ നടന്ന് അറ്റം വരെ നടന്നു. എൻ്റെ അറ്റമൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു 1 കിലോമീറ്റർ അടുത്ത് നടക്കണമെന്ന് തോന്നുന്നു ഒന്നാം സ്ഥലം എത്താനായിട്ട്. അങ്ങനെ 2ാം സ്ഥലം എത്തി. 2ാം സ്ഥലം എത്തിയപ്പോൾ തന്നെ നല്ല ടയേർഡായിട്ടാ. നമുക്ക് കുരിശിലൊന്ന് തൊട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചിട്ട് കുരിശിൽ തൊട്ട് പ്രാർത്ഥിച്ചു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ നടന്ന് പിന്നെ നമ്മൾ 12ാം സ്ഥലം എത്തി. അപ്പോൾ നമ്മൾ നല്ല ടയേർഡായിട്ടാ. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല കയറാൻ. എന്നാൽ പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടാ. നടന്നൊരു ടയേർഡായി. കാലൊക്കെ വെക്കാൻ പറ്റുന്നില്ല. കഴിക്കാനൊക്കെ നല്ല പെയിൻ, ഫുൾ ബോഡി പെയിൻ, നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ 14 സ്ഥലം എത്താറായത് കൊണ്ടിട്ട് വേഗം നടന്ന് പോകാമെന്ന് വിചാരിച്ച് പിന്നെ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ്. കൈയൊക്കെ ഞാൻ പൊക്കി വെച്ച് വേർത്ത് കുളിച്ചിട്ട് അത്രയും ചൂടായിരുന്നു. ഞാൻ വിചാരിച്ചു നല്ല സ്ലീവ്ലെസ് ഇട്ട് വന്നാൽ മതി എന്ന് വിചാരിച്ചു പോയി. അത്രയും ചൂടായിരുന്നു. ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ നമ്മൾ 14 സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. എത്താറായി 14 സ്ഥലം കാണണം. 14 സ്ഥലം പിന്നെ ഈ 14 സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കുരിശുകളൊക്കെ കാണാം കേട്ടോ. കുറേ കുരിശ് ചുമന്ന് കൊണ്ടുവന്ന ആൾക്കാരുടെ കുരിശുകളൊക്കെ കാണണം. ഞങ്ങൾ 14 സ്ഥലം കഴിഞ്ഞ് ഞങ്ങൾ രൂപം എത്താൻ വേണ്ടിയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തോമാശ്ലീഹയുടെ രൂപമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇങ്ങനെ മേളിലായതുകൊണ്ടിട്ട് നല്ല തണുപ്പായിരുന്നു. ഇത്ര നേരം ഞങ്ങൾ വേർത്ത് കുളിച്ചിരിക്കാനായിരുന്നു. അപ്പോൾ മേളിലെത്തിയപ്പോൾ മലയുടെ മേളിലെത്തിയപ്പോൾ നല്ല തണുത്ത കാറ്റും നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ച്. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഇവിടുത്തെ കുർബാനയുടെ ടൈം കാണിക്കുന്നത് ഇതാണ്. ആനകുത്തിയ പള്ളി എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു പള്ളി കേട്ടോ. അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തോമാശ്ലീഹയുടെ സ്റ്റാച്ചു ഇപ്പോൾ ഇവിടെ ചില്ലിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാനത് കാണിക്കാം കേട്ടോ. അതിൻ്റെ കഥകൾ ചരിത്രം അറിയുന്നവർ വായിച്ചു നോക്കി, അറിയാത്തവരാട്ടാ. പിന്നെ നമുക്ക് വ്യൂ പോയിന്റിൽ പോവാം. വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല കാറ്റ്, നല്ല ഞങ്ങൾ എത്തിയപ്പോൾ എനിക്കൊരു 5:30 ടൈമൊക്കെ ആയി. നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് പൊന്നുകുരിശ് കേട്ടോ. പൊന്നുകുരിശാണ് കാണുന്നത്. പിന്നെ ആനകുത്തിയ പള്ളിയുടെ ഫ്രണ്ട് വശം ഇതാണ് കേട്ടോ വരുന്നത്. അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. അതുകൊണ്ട് അതിലോട്ടുള്ള വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. ഇത് തോമാശ്ലീഹയുടെ പാദം പതിഞ്ഞ ഒരു കല്ലാണിത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ചില്ലിട്ട് വെച്ചേക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മല ഇറങ്ങാട്ട് നമുക്ക് നല്ലോണം ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ അധികം വീഡിയോ ഒന്നും ഞാൻ ഇനി എടുക്കുന്നില്ല. നല്ല ടയേർഡായി. ഞങ്ങൾ ഏറ്റവും അടിയിലെത്തിയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ